ഹായ് ഫ്രണ്ട്സ്, ഓപ്ഷൻ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്ഷൻ ബൈയിങ്ങിൽ മാക്സിമം ആളുകളും ലോസിലാണ്. ഇതുതന്നെയാണ് അനുഭവങ്ങളും കണക്കുകളും അടിവരയിടുന്നത്. ഈ വീഡിയോയിൽ സ്ട്രാറ്റജീസിനെ കുറിച്ചോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചോ ഒന്നുമില്ല. ജസ്റ്റ് ഓപ്ഷൻ ബയേഴ്സിന് എന്തുകൊണ്ട് കാശ് നഷ്ടമാവുന്നു, ഓപ്ഷൻ ബയർ മാർക്കറ്റിനെ ഏത് മൈൻഡ് സെറ്റിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഓപ്ഷൻ സീരീസിൻ്റെ പാർട്ട് 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഓപ്ഷൻ സീരീസിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു പേനയും കരുതുന്നത് നന്നായിരിക്കും. കാരണം ഓപ്ഷൻ സീരീസിലെ വീഡിയോസ് ഈസ് നോട്ട് ഫോർ ലിസണേഴ്സ്, ദിസ് ഈസ് ഫോർ ലേണേഴ്സ്. വൈ മോസ്റ്റ് ഓപ്ഷൻ ബയേഴ്സ് ലൂസ് മണി? ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോ കാരണങ്ങളായിട്ട് നോക്കാം. അതിനെന്താണ് റെമഡീസ്, എന്താണ് പരിഹാരം, അത് നമുക്ക് പഠിക്കാം. ആദ്യത്തെ കാരണം റോങ് എക്സ്പെക്റ്റേഷൻസ്. 5000 രൂപ ഒറ്റയാഴ്ച കൊണ്ട് 50,000 രൂപയാവുക എൻ്റെ അറിവിലില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആഴ്ചയിൽ 0.5 to 1%, അങ്ങേറ്റം 1%, അതാണ് ലോകോത്തര ട്രേഡേഴ്സിൻ്റെ ആവറേജ് പ്രോഫിറ്റ് ലോങ് ടേമിൽ. ആഴ്ചയിൽ 1% എന്ന് പറയുമ്പോൾ മാസം 4%, ഒരു വർഷം 48%. അതിനപ്പുറം ഒരു പ്രോഫിറ്റ് ലോങ് ടേമിൽ ആരും നേടിയതായിട്ട് എൻ്റെ അറിവിലില്ല. സോ ബി റിയലിസ്റ്റിക് ഇൻ യുവർ ടാർഗറ്റ്സ്, ബി റിയലിസ്റ്റിക് ഇൻ യുവർ എക്സ്പെക്റ്റേഷൻസ്. 0.5%, അങ്ങേറ്റം 1% നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരാഴ്ചയിൽ അതായിരിക്കണം, അതാവണം ടാർഗറ്റ്. ഒരു ഓപ്ഷൻ ബയർ അല്ലെങ്കിൽ ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഓവർ ട്രേഡിംഗ്. ഹൗ ടു അവോയ്ഡ് ഓവർ ട്രേഡിംഗ്? എങ്ങനെ ഓവർ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യാം? ഒരു ഫിക്സഡ് സ്ട്രാറ്റജി, അതിന്മേൽ ഒരു ഫിക്സഡ് സെറ്റപ്പ്, അത് തന്നെയായിരിക്കണം നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യേണ്ടത്. ബ്രൂസ്ലി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, 10,000 കിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് ഒരുവനെ ബ്രൂസ്ലിക്ക് പേടിയില്ലായിരുന്നു. പക്ഷെ ഒരേ കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്തവനെ ബ്രൂസ്ലിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രാറ്റജി ഫിക്സഡ് ആയിരിക്കണം, അതിന്മേലുള്ള ഒരു സെറ്റപ്പും ഫിക്സഡ് ആയിരിക്കണം. ഇത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഈ സ്ട്രാറ്റജിന്മേലുള്ള സെറ്റപ്പ് വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ സിസ്റ്റം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? ക്ഷമയില്ലാത്തവൻ്റെ നിന്ന് കാശ് വാങ്ങി ക്ഷമയുള്ളവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിക്സഡ് സ്ട്രാറ്റജിന്മേൽ ഒരു ഫിക്സഡ് സെറ്റപ്പ്, അത് വരുന്നത് വരെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. ശരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1-2 ട്രേഡേ കിട്ടുള്ളൂ, അതിനപ്പുറം കിട്ടില്ല. അങ്ങനെ നമുക്ക് ഓവർ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യാം. മൂന്നാമത്തെ റീസൺ റിവെഞ്ച് ട്രേഡിംഗ്. ഹൗ ടു അവോയ്ഡ് റിവെഞ്ച് ട്രേഡിംഗ്? നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ട്രേഡിൽ മാക്സിമം എത്ര ലോസ് വരെ നമുക്ക് സഹിക്കാൻ പറ്റും എന്നുള്ളത് ഫിക്സ് ചെയ്യാം. അത് മൈൻഡിലും ബുക്കിലും സിസ്റ്റത്തിലും. സ്റ്റോപ്പ് ലോസിൻ്റെ രൂപത്തിലാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്. ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% ആണ് ഒരു ട്രേഡിൽ. അതാണ് ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ്. ഇനി ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തു പെർ ട്രേഡ്. ഇനി ഒരു ദിവസം മാക്സിമം എത്ര ട്രേഡ്സ് വരെ ചെയ്യാം അതും ഫിക്സ് ചെയ്യണം, മൈൻഡിലും ബുക്കിലും. അതെങ്ങനെ ഫിക്സ് ചെയ്യാം? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് സ്ട്രാറ്റജി, ഒരു ഫിക്സഡ് സെറ്റപ്പ് വന്നു, നമ്മളൊരു ട്രേഡ് എടുത്തു, അന്ന് പ്രോഫിറ്റായി, ആ ട്രേഡ് പ്രോഫിറ്റാണ്. സ്റ്റോപ്പ് ഫോർ ദി ഡേ. ആദ്യത്തെ ട്രേഡ് ലോസ് ആയാൽ ഒരു ട്രേഡ് കൂടി എടുക്കുക. സ്ട്രാറ്റജി സെറ്റപ്പ് എല്ലാം സെയിം. സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. രണ്ടാമത്തെ ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ 2 ലോസായി, സ്റ്റോപ്പ് ഫോർ ദി ഡേ, പിന്നെ ട്രേഡിംഗ് ഇല്ല. ഇനി രണ്ടാമത്തെ ട്രേഡ് പ്രോഫിറ്റായി, ആദ്യത്തെ ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റ് ആയാലും ആദ്യത്തെ ലോസ് കവർ ചെയ്യാതെ പ്രോഫിറ്റ് ആയാലും സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അപ്പോഴും സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മുടെ ആ സ്ട്രാറ്റജി അനുസരിച്ചുള്ള സെറ്റപ്പ് വന്നാൽ മൂന്നാമത്തെ ട്രേഡ് ചെയ്യുക. പക്ഷേ ഒരിക്കലും മൂന്നാമത്തെ ട്രേഡ് കിട്ടത്തില്ല. ഇത്രയും തന്നെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ടൈം കഴിയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ട്രേഡിങ്ങും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, റിവെഞ്ച് ട്രേഡിങ് ഒഴിവാക്കാൻ പറ്റും. മാർക്കറ്റിനോട് റിവെഞ്ചേ പാടില്ല. അത് നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരാൻ പറ്റും. നാലാമത്തെ റീസൺ ഇഗ്നോറിങ് ടൈം വാല്യൂ, തീറ്റ ഡി കെ.
ഓപ്ഷൻസ് ചെയ്യുന്നവർക്കറിയാം. സമയം കടന്നു പൊക്കോണ്ടിരിക്കും തോറും ഓപ്ഷൻസിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരു ഓപ്ഷൻ ബയർ മനസ്സിലാക്കിക്കൊണ്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ സ്ട്രാറ്റജീസ് പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ടൈം ഡീകെ, തീറ്റ ഡീകെ മറികടക്കാനുള്ള വിദ്യയെ ഞാൻ പറഞ്ഞുതരാം. അഞ്ചാമത്തെ റീസൺ, ഫൈനൽ റീസൺ, ഇഗ്നോറിങ് സൈക്കോളജി. ട്രേഡിംഗ് ഈസ് 70% സൈക്കോളജി ആൻഡ് 30% സ്ട്രാറ്റജി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളൊരു സ്ട്രാറ്റജിയും സെറ്റപ്പും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. പക്ഷെ സൈക്കോളജി അങ്ങനെയല്ല. ഒരു കലാകാരൻ സാധകം ചെയ്യുന്നത് പോലെ, ഒരു സ്പോർട്സ്മാൻ സ്വന്തം ഗെയിം പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നിരന്തരം ഒരു ട്രേഡർ സൈക്കോളജിയും മൈൻഡ് സെറ്റും നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഓപ്ഷൻ ബൈയിങ്ങിലെ പ്രോഫിറ്റ്സ് ഈസി അല്ല. പക്ഷേ റിയൽ എക്സ്പെക്റ്റേഷൻസും പ്രോപ്പർ ഡിസിപ്ലിനും കറക്റ്റ് മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിലെ പ്രോഫിറ്റ്സ് ഇമ്പോസിബിളും അല്ല. താങ്ക് യു.